ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം. ഒപ്പം നമുക്കറിയാം ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിതരണത്തിൽ ഒരു ബിഫോർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട്, ആഫ്റ്റർ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ വേർതിരിക്കാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, പലപ്പോഴും ക്രൈസ്തവരുടെ ഉള്ളിൽ പോലും ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല. കാരണം ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഏത് വിഭാഗക്കാർക്ക് ഒരു ആനുകൂല്യങ്ങൾ കൊടുത്താലും അത് എല്ലാ വിഭാഗക്കാരുടെയും നികുതി പണത്തിൽ നിന്നാണ് ആനുകൂല്യങ്ങൾ അത് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അർഹരായവരുടെ കൈകളിലേക്ക് തന്നെയാണോ ആനുകൂല്യങ്ങൾ എത്തപ്പെടുന്നത്? അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർക്ക് എത്തരത്തിലുള്ള ഒരു ഉന്നമനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കാം എന്നതിനെ പറ്റിയൊക്കെ സർക്കാർ തീരുമാനമെടുക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള റിപ്പോർട്ടിന്റെ